بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗത്തിൽ ഭാര്യ ഉമ്മു സലമ ബീവി വളരെ വിഷമത്തിലാണ്. ചെറിയ 4 മക്കൾ, അതിൽ തന്നെ മുലകുടി പ്രായമുള്ള ദുർറ എന്ന് പറയുന്ന ചെറിയൊരു മോനുണ്ട്. വളരെ പ്രയാസം അനുഭവിക്കുന്നു. അവർ മാനസികമായിട്ട് സംഘർഷത അനുഭവിക്കുന്നു. അവരുടെ ഇദ്ദയുടെ കാലം കഴിഞ്ഞപ്പോൾ സ്വഹാബിമാരിൽപ്പെട്ട പലരും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാമെന്നും അതിനു വേണ്ടിയിട്ട് ഉമ്മു സലമ ബീവിയെ കല്യാണം കഴിക്കാമെന്നും പലരും അന്നു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരോടൊന്നും ദാമ്പത്യ ബന്ധം നടത്താൻ താല്പര്യം മഹദി കാണിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും ഉമ്മു സലമ ഇങ്ങനത്തെ ഒരു നിലപാടെടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ പറഞ്ഞയച്ചു. അവരോട് ഉമ്മു സലമ ബീവി പറഞ്ഞത്, മുത്തുനബി എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമായിരുന്നു. പക്ഷേ എനിക്ക് 4 മക്കളുണ്ട്, എനിക്ക് പ്രായമുണ്ട്, എന്നെ റസൂലുള്ളാഹി സ്വീകരിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. വിവരം റസൂലുള്ളാഹിന്റെ ദൂതന്മാര് തങ്ങളിലേക്ക് ഉമ്മു സലമ ബീവിയിൽ നിന്ന് കിട്ടിയ വിവരം എത്തിച്ചു കൊടുത്തു. റസൂൽ പറഞ്ഞു, ആ 4 മക്കളെ ഞാൻ ഏറ്റെടുത്തോളാം. ഉമ്മു സലമക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണം. കാരണം ഇസ്ലാമിന് വേണ്ടി അത്രയും കഠിനാധ്വാനം ചെയ്ത് അവസാനം ശരീരത്തിലെ മാരകമായ മുറിവുകളുമായിട്ട്, ഉഹദ് യുദ്ധത്തിലേറ്റ മുറിവുകളുമായിട്ട് ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയിട്ട് ഷഹീദായ മഹാനല്ലേ, വഫാത്തായ മഹാനല്ലേ അബൂ സലമ. അവരുടെ കുടുംബത്തെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ ബീവിയുടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് ഹിജറയുടെ 4-ാം വർഷം ശവ്വാൽ 3-ാം തീയതി അവരെ കല്യാണം കഴിച്ചു. 4 മക്കളെയും റസൂൽ തന്നെ സംരക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ പദവിയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹിന്റെ ഭാര്യമാർ സ്ത്രീകളാണല്ലോ, ഒരാൾക്ക് മറ്റൊരാൾ ഉൾക്കൊള്ളാനുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഓരോ ഭാര്യമാരും ഉമ്മു സലമ ബീവിയെ കുറിച്ച് കൃത്യമായി അറിഞ്ഞപ്പോൾ അവർക്ക് മാനസികമായിട്ടുണ്ടായ പ്രയാസങ്ങളൊക്കെ നീങ്ങുകയും പരസ്പരം സ്നേഹത്തിലും ഐക്യത്തിലും അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണഗതിയിൽ വഹി വരാറുള്ളത് ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ്. ഒരു ദിവസം ഉമ്മു സലമ ബീവിയുടെ വീട്ടിൽ റസൂലുള്ളാഹി ചിരിച്ചിരിക്കുന്നത് കണ്ടു. പ്രത്യേകമായൊരു ചിരി, പുഞ്ചിരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ ഉമ്മു സലമ ബീവി ചോദിച്ചു, എന്തേ ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂറത്തു തൗബയിലെ 2-ാമത്തെ ആയത്ത് അവതരിച്ചിരുന്നു. وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم إن الله غفور رحيم. ഈ ആയത്ത് അവതരിക്കുന്നത് ഹിജറയുടെ 2-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ തന്നെ ബനു ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രം ഉണ്ടായിരുന്നു. ഇവര് റസൂലുള്ളാഹിക്കെതിരെ, ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പുറപ്പെടുന്നു. പക്ഷേ മുസ്ലിമീങ്ങളായ മദീനയിലുള്ള അൻസ്വാറുകളുടെ നേതൃത്വത്തിൽ അവരെ അവരുടെ കോട്ടയിൽ വെച്ച് തന്നെ തടയുകയും വെളിയിലേക്ക് വരാൻ സാധിക്കാതെ പ്രയാസപ്പെട്ടപ്പോൾ അവർ ആളെ വിട്ടിട്ട് ചർച്ച ചെയ്യാനും സന്ധി ചർച്ച നടത്താനും വേണ്ടി തീരുമാനിച്ചു. ഏതായിരുന്നാലും അബൂ ലുബാബത്ത് ബിൻ അബ്ദുൽ മുന്ദിൽ അൽ അൻസ്വാരി എന്ന് പറയുന്ന ആളെ അതിനു വേണ്ടിയിട്ട് പ്രതിനിധിയായിട്ട് റസൂലുള്ളാഹിന്റെ ഭാഗത്ത് അയച്ചു. അവരുമായിട്ടുള്ള ചർച്ചയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ വന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കിൽ ചെറിയ പാളിച്ച വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആരോടും പറയാതെ എന്റെ കാരണം കൊണ്ട് അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു പോയല്ലോ എന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അബൂ ലുബാബ റളിയല്ലാഹു അൻഹു സ്വയം മദീനത്തെ പള്ളിയിൽ വന്നിട്ട് ഒരു തൂണിൽ അദ്ദേഹത്തിന്റെ കൈ സ്വന്തമായി കെട്ടിയിട്ട് ബന്ധനസ്ഥനാക്കി. എപ്പോഴാണോ എൻ്റെ പാപം പുറത്തു വരുന്നത്, എപ്പോഴാണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ എൻ്റെ ദോഷം പൊറുപ്പിക്കപ്പെട്ടു എന്ന് എനിക്കറിയാൻ പറ്റുന്നത്, അതുവരെ ഞാൻ ഇവിടെ നിൽക്കുന്നു. വിവരം റസൂലുള്ളാഹിക്ക് അറിഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ലുബാബയുടെ തീരുമാനം നന്നായി, അദ്ദേഹം സ്വയം തീരുമാനിച്ചതല്ലേ. ഏതായാലും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന്റെ ദോഷം പൊറുപ്പിച്ചു. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യഭിചരിച്ചതിന്റെ പേരിലോ കള്ളുകുടിച്ചതിന്റെ പേരിലോ കൊലപാതകം നടത്തിയതിന്റെ പേരിലോ അല്ല, മറിച്ച് സന്ധി ചർച്ച നടത്തുന്ന സമയത്ത്, കരാർ ചെയ്യുന്ന സമയത്ത് വാക്കിൽ വന്ന ചെറിയൊരു പിഴവിന് വേണ്ടി അത്രത്തോളം അവരുടെ സൂക്ഷ്മത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്നപ്പോൾ അവർക്ക് വന്ന ഒരു ഈമാനിന്റെ ഭാഗമാണത്. അബൂ ലുബാബ ഏകദേശം 6 ദിവസമായി മദീനത്തെ പള്ളിയിൽ തൂണിലിങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭാര്യ 5 നേരത്തെ നിസ്കാരത്തിന് സമയത്ത് വരും, കെട്ടഴിക്കും, അവർ നിസ്കരിക്കും, നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും കെട്ടിയിടും, ഭാര്യ തിരിച്ചു പോകും. ഇതാണ് പതിവ്. 6-ാമത്തെ ദിവസം ഉമ്മു സലമ ബീവിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ ആയത്ത് അവതരിക്കുന്നതും ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ആ കെട്ടഴിച്ചു കൊടുക്കുന്നതും അതിനുശേഷമായിരുന്നു. ഏതായിരുന്നാലും ഹിജറയുടെ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. കൂടെ ഉമ്മു സലമ ബീവി ഉണ്ടായിരുന്നു. ഹുദൈബിയയിൽ എത്തിയ സമയത്ത് മക്കക്കാരായ ഖുറൈശികൾ അവരെ തടഞ്ഞു വെച്ചു. അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പ്രയാസം നേരിട്ട സമയമായിരുന്നത്. ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ ലോകത്ത് റസൂലുള്ളാഹിന്റെ ചരിത്രത്തിൽ പ്രത്യേകമായി വായിക്കപ്പെടുന്ന ഒരു അനുഭവമാണ്
ഹുദൈബിയ സന്ധിയുടെ ആ ചരിത്രങ്ങൾ. മക്കയുടെ സമീപത്ത് വരെ എത്തിയിട്ട് അവർക്ക് ഉംറ നിർവഹിക്കാൻ പറ്റാതെ തിരിച്ചു പോകാന്ന് പറയുമ്പോൾ എത്രത്തോളം പ്രയാസമാണ്. ഈ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾക്ക് റസൂലുള്ള എടുത്ത നിലപാടിനോട് പൊരുത്തപ്പെടാൻ പ്രയാസം തോന്നിയിരുന്നു. കാരണം നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അവരെ പേടിച്ച് തിരിച്ചു പോകേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു സമയം വരെ ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അവരുടെ ഭാഗത്തുനിന്ന് നമുക്കെതിരെ അവർ പ്രയോഗിക്കുന്ന അറ്റാക്കുകൾ, അതല്ലെങ്കിൽ അവർ പ്രയോഗിക്കുന്ന തടസ്സങ്ങൾ, അതിനെ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനയില്ല. ഒരു കാര്യം ഉറപ്പാണ്, അള്ളാഹു തആല കൈവിടില്ല. ഇത് പറഞ്ഞപ്പോഴും അവരുടെ മനസ്സിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും റസൂലുള്ള അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിങ്ങളുടെ കൂടെയുള്ള മൃഗങ്ങളെ അറക്കണം, എന്നിട്ട് നിങ്ങളുടെ തലമുടി കളയണം, എന്നിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. പക്ഷേ പലരും ആ വിഷയത്തിൽ ഉൾക്കൊള്ളാൻ പ്രയാസം നേരിട്ട സമയത്ത് റസൂലുള്ളാഹിക്ക് വിഷമമുണ്ടായി. നേരെ ടെന്റിൽ കിടക്കുന്ന ഹൈമയിലുള്ള ഭാര്യ ഉമ്മു സലമ ബീവിയോട് വിഷമം പറഞ്ഞപ്പോൾ നല്ല ബുദ്ധിയുള്ള ഉമ്മു സലമ ബീവി പറഞ്ഞു, തങ്ങൾ വിഷമിക്കണ്ട, ആദ്യം നമുക്ക് തങ്ങൾ മുടി കളയുക, എന്നിട്ട് തങ്ങളുടെ കൂടെയുള്ള ഒട്ടകത്തെ അറക്കുകയും ചെയ്യാം, അപ്പോൾ അവരത് കണ്ട് ചെയ്തോളും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപോലെ തന്നെ മുടി കളഞ്ഞു, അറവ് നടത്തി. ഇത് കണ്ടപ്പോൾ എല്ലാ സ്വഹാബിമാരും അതേ പ്രകാരം ചെയ്തു. തിരിച്ചവർ മദീനയിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ മനസ്സിലുള്ള വിഷമം തീർന്നു. ഏതായിരുന്നാലും ഖൈബർ യുദ്ധവും മക്ക ഫതഹ്, അതുപോലെ തന്നെ ത്വായിഫ്, അങ്ങനെയുള്ള പല യുദ്ധങ്ങളിലും റസൂലുള്ളാഹിന്റെ കൂടെ ഭാര്യ സേവനത്തിന് വേണ്ടി പോയിരുന്നു. ഹിജ്റ 10-ാം വർഷം ഹജ്ജത്തുൽ വദായിലും റസൂലുള്ളാഹിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് ഐഷബിയുടെ വീട്ടിലായിരുന്നു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. ഐഷബിയുടെ കൂടെ ഉമ്മു സലമ ബീവിയും റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്തു. അവിടുത്തെ വഫാത്തിന് ശേഷം പിന്നെ പബ്ലിക്കിലേക്ക് ഇറങ്ങാതെ വളരെ കൃത്യമായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടിയുള്ള ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും തെറ്റിദ്ധാരണകളും, അതിലൊക്കെ മാനസികമായിട്ട് വളരെ പ്രയാസം നേരിട്ടു. അവസാനം 4 ഖലീഫമാരുടെ കാലഘട്ടം കഴിയുന്നു. പിന്നീട് കർബല യുദ്ധം ഉണ്ടാകുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് ഉൾക്കൊള്ളാൻ പറ്റാതെ പ്രയാസപ്പെടുന്നു. ശാരീരികമായും മാനസികമായും പ്രയാസം നേരിട്ട ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളുടെ വഫാത്തിന്റെ വിഷയത്തിൽ പ്രയാസം നേരിട്ട മഹദി ആ പ്രയാസത്തിൽ തന്നെ വഫാത്തായി പോകുന്നു. ഏകദേശം ഹിജ്റ 59-ൽ 84 വയസ്സ് പ്രായമുള്ള സമയത്ത് ഉമ്മു സലമ ബിവി ലോകത്തോട് വിട പറയുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഏറ്റവും പ്രായം ചെന്ന് വഫാത്തായതും ഏറ്റവും അവസാനം വഫാത്തായതും ഉമ്മു സലമ ബീവിയാണ്. ചരിത്രം അല്പനേരം നീണ്ടുപോയെങ്കിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ക്ഷമിക്കുമല്ലോ. അല്ലാഹു തആല നമ്മുടെ എല്ലാ ദോഷങ്ങളും റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ ഭാര്യമാരെ പറഞ്ഞ ബർക്കത്ത് കൊണ്ട് പുറത്തു തന്ന് നല്ല ഈമാനും തഖ്വയും അല്ലാഹു